നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം ഇപ്പോൾ പൊതുവിൽ ഈ ക്രിസ്മസോടനുബന്ധിച്ചൊക്കെ പല സ്ഥലങ്ങളിലും കണ്ടതാണ്. പൊതുവിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച വരുമ്പോൾ BJPൻ്റെ നേതാക്കന്മാർ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യം വളരെ രസകരമാണ്. ബംഗ്ലാദേശിലെയും നൈജീരിയയിലെയും സിറിയയിലൊക്കെ ഇതിനപ്പുറം നടക്കുന്നില്ല എന്ന്. ശരിയാണ്, ഇതിനപ്പുറം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളെ പല പേരുകളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഈ BJPക്കാർ അത് ചോദിക്കുമ്പോൾ അവരോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, അവിടങ്ങളിലൊന്നും ഒരു സുസ്ഥിരമായ ഭരണ സംവിധാനം നിലവിലില്ല, അല്ലെങ്കിൽ ഉള്ള ഭരണം അട്ടിമറിക്കപ്പെട്ട് അത്തരം ആളുകളുടെ കയ്യിലേക്ക്, കലാപകാരികളായ ആളുകളുടെ കയ്യിലേക്ക് അധികാരം വരുമ്പോഴാണ് അവരവിടെയുള്ള ആളുകളെ, ഇത്തരം ന്യൂനപക്ഷങ്ങളെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ള വസ്തുത അറിയുന്ന കാര്യമാണ്. ശരിക്കും അതേ അവസ്ഥയിലാണോ ഇന്ത്യയിലും അത്തരം കലാപകാരികളാണോ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് BJPക്കാർ പറയാതെ അതുതന്നെയല്ലേ അവരും പറയുന്നത്? ബംഗ്ലാദേശിലെയും സിറിയയിലെയും പോലുള്ള ഭരണാധികാരിയാണ് ഇന്ത്യയും ഭരിക്കുന്നത് എന്നല്ലേ BJPക്കാർ തന്നെ ചോദ്യത്തിൻ്റെ ഉള്ളിലെ ഒരു ഉള്ളടക്കം അല്ലേ?